അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ അലഖ് നാലാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ. അല്ലദീ അല്ലമ പഠിപ്പിച്ചവനായ, ബിൽ ഖലം പേന കൊണ്ട്. വായിക്കുക, താങ്കളുടെ നാഥൻ അത്യുദാരനാണ് എന്നാണ് മുൻ സൂക്തത്തിൽ പറഞ്ഞത്. ആ അത്യുദാരനായ നാഥൻ്റെ അത്യുദാരതക്കുള്ള ഒരു തെളിവാണ് ഈ സൂക്തത്തിൽ പറയുന്നത്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ അത്യുദാരനാണ് അള്ളാഹു. ഭാഷയുടെ രണ്ട് കൈവഴികളാണ് വാമൊഴിയും വരമൊഴിയും. വാക്കുകളിലൂടെ ആളുകൾ കേട്ട് കേട്ട് അങ്ങനെ തലമുറകളിലേക്ക് വ്യാപിക്കുന്ന വാമൊഴി, അത് പൂർണ്ണമായും സുരക്ഷിതമല്ല. എന്നല്ല, ഒരേ കാര്യം പല ആളുകളിലേക്കും എത്തുമ്പോൾ അത് പല മാറ്റങ്ങൾക്ക് വിധേയമാകും. വാമൊഴിയാൽ പറയപ്പെട്ട പ്രചരിപ്പിക്കപ്പെട്ട പലതും ഒട്ടേറെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അള്ളാഹു മനുഷ്യന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ് എഴുത്തുകല അഥവാ വരമൊഴി. വരമൊഴിയിലൂടെയാണ് ചരിത്രത്തിൽ വിജ്ഞാനം, അറിവ് കൃത്യമായി സംരക്ഷിക്കപ്പെട്ടത്. അറിയപ്പെടുന്ന ആദ്യത്തെ എഴുത്തുരീതി സുമേരിയയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മുദ്രകളുണ്ടാക്കി ആവശ്യാനുസരണം നനവുള്ള കളിമൺകട്ടകളിൽ അടർത്തിയെടുത്ത് ഉണക്കി സൂക്ഷിക്കുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. സമാനമായ രീതി സിന്ധു നദീതടത്തിലെ ഹാരപ്പൻ, മോഹൻജദാരോ സംസ്കാരത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് സുമേർ പ്രദേശങ്ങളിൽ മുളങ്കമ്പുകൾ കൊണ്ട് കളിമൺ ഫലകങ്ങളിൽ നേരിട്ടെഴുതുന്ന രീതി നടപ്പിലായി. ഈജിപ്തിൽ ഹീറോഗ്ലിഫിക് എന്ന് പറയപ്പെടുന്ന ചിത്രലിപികൾ പുരാതന കാലത്ത് ഉപയോഗത്തിലിരുന്നു. ജന്തുക്കളുടെയും പക്ഷികളുടെയും മറ്റു വസ്തുക്കളുടെയും ചിത്രങ്ങളും അവയുടെ സങ്കലനങ്ങളും ഇതിന് ഉപയോഗിച്ചു വന്നു. ഇത് പുരാതന ലിപികളെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. മുദ്രകളായി, ചിത്രലിപികളായി, കൊത്തുപണികളായി എല്ലാം വികസിച്ച വരമൊഴി ഇന്ന് വലിയ അളവിൽ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് മനുഷ്യൻ പറഞ്ഞാൽ തന്നെ എഴുതിയെടുക്കും വിധമുള്ള സംവിധാനങ്ങൾ ലോകത്ത് എത്തിയിരിക്കുന്നു. എഴുത്തിലൂടെ സംരക്ഷിക്കപ്പെട്ടതെല്ലാം ചരിത്രത്തിൽ തലമുറകളിലേക്ക് ഒരു മാറ്റവുമില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്നോളം മനുഷ്യൻ നേടിയിട്ടുള്ള നാഗരികവും ശാസ്ത്രീയവുമായ എല്ലാ വിജ്ഞാനങ്ങളുടെയും പുരോഗതിയുടെയും ആധാരം മനുഷ്യന് തൂലിക ഉപയോഗിക്കാനുള്ള അവബോധം അള്ളാഹു നൽകിയതാണ്. വിജ്ഞാനത്തെ കാലഘട്ടങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്ന ഉപകരണമാണ് പേന. അതിനുള്ള സംവിധാനമാണ് എഴുത്തുവിദ്യ. ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്, പേന മനുഷ്യൻ്റെ നട്ടെല്ലാണ്. നാവില്ലാത്തവൻ്റെ നാവായി മാറാൻ പേനയ്ക്ക് കഴിയും, പക്ഷെ നാവിന് ഒരിക്കലും പേനയായി മാറാൻ കഴിയില്ല. എഴുത്തുവിദ്യ, അതിൻ്റെ ഉപകരണമായ പേന, അറിവിൻ്റെ സംരക്ഷണം, അതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുത്ത ദർശനമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഖലം എന്നാണ്, പേന എന്നാണ്. 68ാമത്തെ അധ്യായമാണത്. അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നോൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നോൻ, പേനയാണ് സാക്ഷ്യം, അതുകൊണ്ട് അവർ എഴുതി വെച്ചതാണ് സത്യം. അറബികൾക്ക് അന്യമായിരുന്ന, സാർവത്രികമായി പരിചയമില്ലാതിരുന്ന ഒന്നാണ് പേന. ആ പേനയെ അവർക്ക് കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുകയും പേന കൊണ്ടുള്ള അറിവിൻ്റെ പ്രാധാന്യം വളരെ ശക്തമായി പഠിപ്പിക്കുകയും, പേന കൊണ്ട് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ അത്യുദാരതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറയുകയും ചെയ്ത വിശുദ്ധ ഖുർആൻ ജ്ഞാനത്തിനും അതിൻ്റെ പ്രചരണത്തിനും സംരക്ഷണത്തിനും അതിന് മാധ്യമമാകുന്ന പേനക്കും എത്ര വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് എന്ന് ഈ പ്രഥമ വഹ്യുകളുടെ ആദ്യത്തെ ദിവ്യബോധനത്തിൻ്റെ ഇടയിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും. അലക്കിൽ നിന്ന്, രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതും പേനയും തമ്മിൽ എന്താണ് ബന്ധം എന്നൊരു ചോദ്യമുണ്ട്. വളരെ കൃത്യമായ സൂക്ഷ്മമായ ബന്ധം ഇവ തമ്മിലുണ്ട്. നിസ്സാരമായൊരു വസ്തുവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ നിസ്സാരതയെ ഭേദിച്ചുകൊണ്ട് ഉയർന്ന തലങ്ങളെ കീഴടക്കിയത് അറിവ് മുഖേനയാണ്, വിദ്യ മുഖേനയാണ്, ജ്ഞാന മുഖേനയാണ്. ആ ജ്ഞാനത്തിനുള്ള അവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉപാധികളാണ് വായനയും എഴുത്തും. അതിലൂടെയാണ് അവൻ ശ്രേഷ്ഠ പദവി കൈവരിച്ചത്. മലക്കുകൾ ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യുന്നത് പോലും, സാഷ്ടാംഗം നമിക്കുന്നത് പോലും അറിവിൻ്റെ മത്സരത്തിൽ ആദം അലൈഹി ഇസ്ലാം ജയിച്ചപ്പോഴായിരുന്നു. മനുഷ്യന് നേടിയ അറിവ്, വായിക്കാനും എഴുതാനും അവൻ നേടിയ കഴിവ്, ഇതാണ് നിസ്സാരമായ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ഇത്രത്തോളം വലുതാക്കിയതും വളർത്തിയതും വികസിപ്പിച്ചതും പുരോഗതിയിലേക്ക് എത്തിച്ചതും. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കുക.
ذال عين عين قاف قاف الذي علم بالقلم الذي علم بالقلم അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.